പാർട്ടി കാലാകാലങ്ങളിൽ എടുത്ത സംഘടനാ തീരുമാനങ്ങളുടെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന വിവിധ പ്രശ്നങ്ങളുണ്ടല്ലോ, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. സഖാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയെന്ന് പറഞ്ഞോട്ടെ. അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു, ഒരിക്കൽ ഒരു ബ്രാഞ്ചിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി നടന്നു പോകുന്നു. കഥയായിരിക്കാം, അങ്ങോട്ട് നേരിട്ട് ചോദിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറി നടന്നു പോകുന്നു. അയാളുടെ ചോദിക്കുന്നു, എല്ലാ ബ്രാഞ്ചിലേക്ക് 25 പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചോ? ഒട്ടിച്ചു. ഒട്ടിച്ചത് കാണിച്ചു തരുമെന്ന് പറയുന്നു. 10 കാണിച്ചുള്ളൂ, ബാക്കി 15 അയാളുടെ വീട്ടിലിരിക്കുക. അത് പറ്റില്ല, അതുകൂടെ ഇപ്പോൾ ഒട്ടിക്കൂ എന്ന് പറഞ്ഞ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന കർക്കശക്കാരനായിരുന്ന ജി സുധാകരനെ കുറിച്ച് ചില സഖാക്കൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിന്നിരുന്ന ഈ പറഞ്ഞ പോലെ ഒറ്റ ഒരു ഏകശിലാരൂപത്തിൽ പാർട്ടിയെ ആലപ്പുഴയിൽ കൊണ്ടു നടന്ന സഖാവിൻ്റെ തട്ടകത്തിലാണ് ഈ പറഞ്ഞ മയക്കുമരുന്ന്, പെൺവാണിഭം, കുതികാൽ പെട്ട്, എന്തിന് SDPI ബന്ധം പോലെയുള്ള ആക്ഷേപങ്ങൾ വരുന്നത്. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണോ? ഇത് സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല, ആരെങ്കിലും ആ പെശക കാണിച്ചുകൊണ്ടുണ്ടാവുന്നതാണ്. അതിന് വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല, അവിടെ അന്വേഷിക്കുമ്പോൾ അവർക്കറിയാം. അതിനായി കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അതുകൊണ്ട് 99% അങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ പാർട്ടി നിൽക്കത്തില്ല. അപൂർവം ചിലരുണ്ട്. മുമ്പ് ആരുമില്ലായിരുന്നു, ഒരു കാലത്ത് ആരുമില്ലായിരുന്നു കുഴപ്പക്കാരായിട്ട്. ഇപ്പം കുഴപ്പക്കാരെന്നല്ല, ഈ പറഞ്ഞ തരത്തിലുള്ള കുഴപ്പത്തെ പറ്റിയാണ്. കുഴപ്പങ്ങൾ പലതരത്തിലുണ്ടല്ലോ. ഇതൊക്കെ ഗൗരവമായ കാര്യമല്ലേ ഇപ്പം അങ്ങ് പറഞ്ഞത്. മുമ്പ് ആരുമില്ലായിരുന്നു, ഇപ്പം ഒരു അല്പം സ്വല്പമൊക്കെ ഉണ്ട്. അതിനെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സംശയം എന്താ? അല്ലെ പിന്നെ അങ്ങനെ പാർട്ടി അതുകൊണ്ടാണ് സഖാവിന് പിന്നെ പാർട്ടി വേദികളിൽ കാണാത്തത്. അല്ല അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ? അല്ല, അവര് പാർട്ടിക്കാരല്ലേ, അതുകൊണ്ടാണ് പാർട്ടി വേദി കാണുന്നത്. അവർ പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ ഇരിക്കുന്നവരല്ലേ. അതെനിക്ക് അപ്പം പറഞ്ഞത് തമ്മിൽ വ്യത്യാസമായി. സംഘടനാ ചുമതലയിൽ ഇരിക്കുന്നവരിങ്ങനെ ചെയ്യുന്നു എന്നല്ലല്ലോ അങ്ങ് പറഞ്ഞത്. പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവരിൽ ചിലർക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 160ഓളം ഏരിയ കമ്മിറ്റിയുണ്ട്. ഓരോന്നിനും 21 പേരുണ്ട്. അവരൊരാളല്ലേ. അങ്ങനൊന്നും പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയൊന്നുള്ള അപച്ഛത ഉണ്ടായതായിട്ട് കാര്യമായി കേട്ടിട്ട് അപൂർവമായിട്ടുണ്ടാവും. കാരണം മാനേജ് ടു എയർ എന്നാണ് പറയുന്നത്, അറിയാലോ. മാനേജ് ടു എയർ, മനുഷ്യന് തെറ്റുപറ്റും. അങ്ങനെയൊക്കെ പറ്റുന്നവരുണ്ടാവില്ല, വ്യാപകമായെന്ന് പറയാനില്ല. അതിലൊക്കെ ഉപരിയായി അഗാധവും സർവതലസ്പർശിയുമായ മാർക്സിസ്റ്റ് അവബോധത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണമാണ്. അതാണ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പാർട്ടിയും ബാധിച്ചിട്ടുണ്ട്. പാർട്ടിയല്ല, പിന്നെ കോൺഗ്രസിനെ ബാധിക്കുന്നത്. ഇത് പാർട്ടിയല്ല, ഇത് ബാധിക്കത്തുള്ളൂ. അല്ല, പാർട്ടിയെ ബാധിക്കാൻ പാടില്ലല്ലോ. പ്രത്യയശാസ്ത്രപരമായി ഒരു അതിലെ മെമ്പർമാർ വലിയൊരു ഭാഗത്തിന് ഇതേ സംബന്ധിച്ച് ധാരണയില്ലാതെ വന്നാൽ ബാധിക്കത്തില്ലേ? കോൺഗ്രസിന് അരണ മെമ്പർഷിപ്പ് കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടില്ല. ഇത് ഗ്രൂപ്പിൽ വന്ന് കാൻഡിഡേറ്റ് ആയി അവസാനമല്ലേ പാർട്ടി മെമ്പർ ആവുന്നത്. അതെ, അതാണ് ഒക്കെ ശരിയാണ്, അങ്ങനെ തന്നെ വരുന്നത്. പക്ഷെ അങ്ങനെ വന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പണ്ട് ലീഡർഷിപ്പിലേക്കൊക്കെ വരിക. മൊത്തത്തിൽ അന്ന് മെമ്പർഷിപ്പ് ഇത്രയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ EMS ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക, ഇത് രണ്ടും പറഞ്ഞു. സ്വയം പഠിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ പഠിക്കണം. ഇതാണ് EMS പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള എഡ്യൂക്കേഷനാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇപ്പം EMS ഇല്ലെന്നും പറയുകയല്ല, എന്നാലും കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു 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 വീക്ക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ME പോകുന്ന തന്നെ പലയിടത്തും പറഞ്ഞല്ലോ, ആശയപരമായ ദൗർബല്യം ഉണ്ടെന്ന്. അങ്ങനെ പറയണം നമ്മൾ. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ മാസനത് മനസ്സിലാവുള്ളൂ. അപ്പം സഹാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്ത്, ഒരുപാട് മെമ്പർമാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിനുവേണ്ടി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. ജീവിതം അതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം. കാരണം ഇതൊരു സമർപ്പിത പ്രവർത്തനമാണ്, അല്ലാതെ കേരള കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലോ ഉള്ളതുപോലെ പ്രവർത്തനമല്ല. രാവിലെ ഉടുപ്പൊക്കെ എടുത്തിട്ട് മണമൊക്കെ പൂശി മുഖമൊക്കെ പോയി നേരെ ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യമൊക്കെ നോക്കി ഒരു തലമുടി പോലും കാറ്റിൽ പറക്കാത്ത വിധം ഇങ്ങനെ ഒക്കെ ഒട്ടിച്ച് വെച്ച് നടക്കുന്ന ഒരുപാട് പേര് ടെലിവിഷൻ കാണാമല്ലോ നിങ്ങൾക്ക്. അവർക്കൊക്കെ എങ്ങനെ അവർ മുഷിഞ്ഞ് പ്രവർത്തിച്ചാൽ ഈ തലമുടി ഇളകത്തില്ലേ? ഷർട്ടിൽ വേർപ്പ് വെള്ളത്തില്ലേ? അപ്പോൾ അവർ ആ വേഷം കണ്ടാൽ അറിയാമല്ലോ ഇവർ ബുദ്ധിമുട്ടുന്നവരല്ലെന്ന്. അങ്ങനെയുള്ള വലിയൊരു സെറ്റ് നേതാക്കന്മാരെ സ്ക്രീനിൽ കാണാമല്ലോ നിങ്ങൾക്ക്. അതിപ്പോ കേരളത്തിൽ വന്ന് എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നുള്ള. നമ്മുടെ പാർട്ടിയിലും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിലാണ് പ്രധാനമായിട്ട്. കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മാറ്റം
CPM-നകത്ത് മാത്രം മാറ്റം വന്നതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുമോ?